പ്രമുഖ പദ്യരചയിതാവും കേരള മുഖ്യമന്ത്രിയുടെ പ്രധാന പത്ര ഉപദേശകനുമായ പ്രഭാവർമ്മ ഈ വർഷത്തെ ONV പുരസ്കാരത്തിന് അർഹനായ വിവരം നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കും. പത്രത്തിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ബഹളത്തിനിടയ്ക്ക് ഒരുപക്ഷെ സമാധാനത്തിൻ്റെ ഈ ഒരു സുപ്രധാന വാർത്ത നിങ്ങൾ കണ്ടു കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കും. പ്രഭാവർമ്മയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാത്തതായ യാതൊരു പുരസ്കാരങ്ങളും ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്നാണ് നമ്മൾ ഇന്നലെ അവർ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹത്തിന് കിട്ടാത്ത ഒരു പുരസ്കാരം ഉണ്ടായിരുന്നു, അത് ONV പുരസ്കാരമാണ്. അങ്ങനെ ഒരു പുരസ്കാരം ഉള്ളായിരുന്നെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. വർമ്മയ്ക്ക് കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു പുരസ്കാരം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്, അത് പ്രഭാവർമ്മയ്ക്ക് കിട്ടാൻ ബാക്കി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. ഈ നാട്ടിൽ വേറെ ഏത് പുരസ്കാരമാണെങ്കിലും, അത് ആശാൻ പ്രൈസ് ആയിക്കോട്ടെ, വള്ളത്തോൾ പുരസ്കാരം ആയിക്കോട്ടെ, ഉള്ളൂർ അവാർഡ് ആയിക്കോട്ടെ, അല്ല രാജരാജവർമ്മ പുരസ്കാരമാണ്, ഇത് ശരിയാണ്. ഓടക്കുഴൽ അവാർഡായാലും വയലാർ അവാർഡായാലും കേരള സാഹിത്യ അക്കാദമി അവാർഡാണെങ്കിലും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണെങ്കിലും സരസ്വതി സമ്മാനമാണെങ്കിലും ഏത് സമ്മാനമാണെങ്കിലും അത് വർമ്മയ്ക്ക് കിട്ടും. വർമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ അവാർഡിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയിലെ മൂക്കൻ്റെ സ്ഥാനമാണ് ഇപ്പോൾ വർമ്മയ്ക്കുള്ളത്. വർമ്മയ്ക്ക് അവാർഡ് കിട്ടിയാലേ ആ അവാർഡിന് വില കൊടുക്കും. വർമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അവാർഡിൻ്റെ ആരും പോക്കിടിയായി. അങ്ങനെ വർമ്മയ്ക്ക് കിട്ടാത്ത ഒരു അവാർഡുമില്ല. ചെണ്ടയ്ക്ക് മീതെ വാദ്യമില്ല എന്ന് പറഞ്ഞ പോലെ വർമ്മയ്ക്ക് മീതെ വേറെ പദ്യരചയിതാക്കൾ ആരും തന്നെ ഇല്ല. കവികളുണ്ട്, പക്ഷേ വർമ്മയെപ്പോലെ പദ്യം എഴുതാൻ വർമ്മ മാത്രമുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിന് ഇതുപോലുള്ള അവാർഡുകളൊക്കെ നേടിയെടുക്കാൻ പ്രത്യേകമായൊരു വൈഭവമുണ്ട്. പിന്നെ പുള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ കാരണഭൂതൻ്റെ മാധ്യമ ഉപദേഷ്ടാവാണ്. കാരണഭൂതന് വേണ്ടി സാഹിത്യ പ്രസംഗങ്ങളൊക്കെ വർമ്മ സ്വയമായിട്ട് എഴുതി കൊടുക്കും. രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ പുള്ളി കൂലിക്ക് ആളെ വെച്ച് എഴുതിക്കുകയാണ്. അതൊന്നും വർമ്മയുടെ ലുക്കൗട്ടിൽപ്പെട്ട കാര്യങ്ങളല്ല. അങ്ങനെ കാരണഭൂതന് ഇദ്ദേഹത്തോട് സവിശേഷമായൊരു വാത്സല്യമുണ്ട്. അത് അവാർഡ് ദാതാക്കൾക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം കവരാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കലാണ് എന്നാണ് ചിലരെങ്കിലും വിചാരിക്കുന്നത്. എനിക്കറിയില്ല. അപ്പോൾ പൂപുള്ളി അങ്ങനെ അവാർഡുകൾ വെട്ടിപ്പിടിച്ച് മുന്നേറുകയാണ്. ഇനി വർമ്മയ്ക്ക് കിട്ടാൻ ഒരു അവാർഡും ഇല്ല എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഇതാ വരുന്നത് ONV പുരസ്കാരം. ഈ അവാർഡിൻ്റെ കാര്യത്തിൽ വർമ്മയുടെ ചേട്ടനാണ് ONV. പക്ഷേ ONVക്ക് കവിത്വം ഉണ്ടായിരുന്നു, വർമ്മയ്ക്ക് അതില്ല. പുള്ളിക്ക് പദ്യം എഴുതാൻ മാത്രമേ അറിയൂ. ONVക്ക് ഇതുപോലെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പുഷ്കിൻ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള അവാർഡ് ഏറ്റവും അധികം തവണ കിട്ടിയിട്ടുള്ളത് കുറുപ്പ് സാറിനായിരുന്നു. വയലാറിനും ഭാസ്കരനും ശ്രീകുമാരൻ നമ്പിക്കും യൂസഫ് അലിക്ക് കൂടി കിട്ടിയതിൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ, എന്നിട്ട് രണ്ടുകൊണ്ട് കുടിച്ചാലും ONV കിട്ടിയ അത്ര അവാർഡാവില്ല. അത്രയധികം അവാർഡുകൾ വാരിക്കൂട്ടിയ ആളാണ് ONV സാർ. ആ സാറിൻ്റെ ഒരു പ്രധാന ശിഷ്യനാണ് നമ്മുടെ വർമ്മ സാർ. വർമ്മ ചലച്ചിത്രകാരനെതിരക്കുള്ള ദേശീയ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, P. ഭാസ്കറിന് കിട്ടാത്ത അവാർഡാണ് വർമ്മയ്ക്ക് കിട്ടിയത്. അതാണ് വർമ്മ. അങ്ങനെ ഈ അവാർഡുകളുടെ മർമ്മം ഗ്രഹിച്ച ഒരു പദ്യരചയിതാവ് ഉണ്ടെങ്കിൽ അത് വർമ്മയാണ്. ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് പ്രഭാകര വർമ്മ എന്നാണ്. പിന്നെ പുള്ളി ആ കരം ശസ്ത്രക്രിയ ചെയ്ത് നീക്കി വെറുതെ പ്രഭാവർമ്മയാക്കി. പ്രഭാകര വർമ്മ എന്ന് പറഞ്ഞത് അത്രയും വേണ്ട. അങ്ങനെ പുള്ളി പ്രഭാവർമ്മയായി. പിന്നെ ഈ സർക്കാർ അംഗീകരിച്ച ഏറ്റവും വലിയ കവിയായിട്ട് മാറി. ഇപ്പോഴും പുള്ളിക്ക് ഒരു ചെറിയ ഖേദമുണ്ട്. അത് ജ്ഞാനപീഠം കിട്ടാത്തതല്ല, ഈ സരസ്വതി സമ്മാനം കിട്ടിയാൽ പിന്നെ ജ്ഞാനപീഠം കിട്ടില്ല, അങ്ങനെയുണ്ട്. പുള്ളിയുടെ ദുഃഖം എന്ന് വെച്ചാൽ ഈ പത്മശ്രീ, പത്മവിഭൂഷൺ പോലെയുള്ള അവാർഡുകളൊന്നും പുള്ളിക്ക് കിട്ടിയില്ല. കേന്ദ്രത്തിൽ നിന്ന് ഇതുപോലെ പട്ടും വളയും കിട്ടാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നല്ലപോലെ ഉത്സാഹിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു. ഇദ്ദേഹത്തിന് കിട്ടാത്തതായിട്ട് വേറെ ഏതെങ്കിലും അവാർഡ് നമ്മുടെ നാട്ടുപുറത്ത് ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി കുടഞ്ഞ് പരിശോധിച്ച് ഇദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് തന്നെ കൊടുക്കണം അവാർഡ് എന്ന് ശുപാർശ ചെയ്തുകൊണ്ട് ഞാനെൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ലക്ഷം പിന്നാലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.